ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ഏകദിന മത്സരം നടക്കുന്നത് വിശാഖപട്ടണത്താണ്. ഇന്ത്യയുടെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിരാട് കോഹ്ലി അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മൈതാനമാണ്. 3 സെഞ്ചുറി നേടിയിട്ടുണ്ട്, 2 അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്, 500-ലധികം റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട് 7 മത്സരങ്ങൾ കളിച്ചിട്ട്. ഇന്ത്യ ഈ മൈതാനത്ത് ഓസ്ട്രേലിയക്കെതിരെ അവസാനം കളിച്ച മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. നേരത്തെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു മത്സരവും പരാജയപ്പെട്ടിട്ടുണ്ട് മുമ്പ്. അപ്പോൾ മാത്രമല്ല, ആകെ കളിച്ച 10 മത്സരങ്ങളിൽ ഇന്ത്യക്ക് 7 വിജയം ഉണ്ട്. 2 മത്സരങ്ങളെ പരാജയപ്പെട്ട് 1 മത്സരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ രണ്ടാം മത്സരത്തിലെ ഇന്ത്യയുടെ ഒരു തോൽവി മുന്നിൽ കണ്ട് ചില മാറ്റങ്ങൾ ഇന്ത്യ ടീമിൽ വരേണ്ടതുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അത്തരം മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ആ മാറ്റം? ബാറ്റിംഗിൽ ഇത്രയേറെ കരുത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെ ഒക്കെ മികച്ച പ്രകടനം, കെ എൽ രാഹുൽ വരുന്നു, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ബൗളിംഗിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ശക്തി അത്ര പോരാ. മൂർച്ചയില്ലാത്തൊരു ബൗളിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ 350+ വരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ. അപ്പം ഈ വിശാഖപട്ടണത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴേക്കും ഇത് ബാറ്റിങ്ങിന് കുറച്ചും കൂടി അനുകൂലമായ പിച്ചാണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു പിച്ചിലേക്ക് വരുമ്പം ഇത്രയേറെ ഒരു മികച്ച ബാറ്റിംഗ് നിരയുള്ള ദക്ഷിണാഫ്രിക്കയ്ക്ക് അവിടെ പ്രതീക്ഷകൾ കൂടുതലാണ്. കാരണം നമുക്കറിയാം ഇന്ത്യൻ നിരയിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വേണം പറയാൻ പറ്റും. ജയ്സ്വാളിൻ്റെ ഒരു മികച്ച തുടക്കം ലഭിച്ചാലും ഒരു ബിലോ സ്കോറിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ജയ്സ്വാൾ ഉള്ളത്. ബാക്കി നമുക്ക് നോക്കുമ്പോഴേക്ക് കോഹ്ലി, രോഹിത്, ഗെയ്ക്വാദ്, രാഹുൽ, ജഡേജ വരെ അങ്ങ് നീണ്ടു നിൽക്കുന്നു. വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 350+ എന്തായാലും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പിച്ചിലേക്ക് ദക്ഷിണാഫ്രിക്കയുടെ അവസ്ഥ നോക്കുമ്പോൾ അതിനേക്കാൾ മികച്ച നിരയാണ്. രണ്ടാം മത്സരത്തിൽ ഭാഗം കൂടി എത്തിയോടെ ആ സംഘം ശക്തരായിട്ടുണ്ട്. അപ്പം നമ്മളൊരു 380 എടുത്താൽ മാത്രമേ ഒരു പൊരുതാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വരുമ്പോഴേക്ക്. അപ്പം അതൊക്കെ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയാൽ, സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ തന്നെ ഒരു ഡ്യൂ ഫാക്ടറിന് ഒരു ആനുകൂല്യം ലഭിക്കുമെങ്കിൽ കൂടി 350+ ചേസ് ചെയ്യണമെങ്കിൽ ചേസിംഗിൽ നമുക്ക് വിരാട് കോഹ്ലിയുടെ വീണ്ടും ചേസ് മാസ്റ്റർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതുണ്ട്. പക്ഷേ എങ്കിൽ കൂടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ നിർണായ ഒരു മാറ്റം ഇപ്പം പറയുന്നത് നമുക്ക് ജയ്സ്വാൾ 2 മത്സരങ്ങളിൽ ഇപ്പം തിളങ്ങാൻ വേണ്ടി പറ്റില്ല നമുക്ക് പറയാം. ജയ്സ്വാളിനെ മാറ്റിയിട്ട് ഋഷഭ് പന്തിനെ തിലക് വർമ്മനെ കൊണ്ടുവരും. അതിൽ തിലക് വർമ്മയെ 4ാം നമ്പറിലേക്ക് കൊണ്ടുവന്നാൽ ഗെയ്ക്വാദ്, ഇപ്പം 4ാം നമ്പറിൽ കളിക്കുന്ന ഗെയ്ക്വാദിന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഗെയ്ക്വാദ് ഓപ്പണറാണ്. നമുക്കറിയാം ആഭ്യന്തര ക്രിക്കറ്റിലും ദക്ഷിണാഫ്രിക്ക ടീമിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതെല്ലാം ഓപ്പണറായിട്ടാണ്. അപ്പോൾ ആ ഒരു മാറ്റം വന്നാൽ ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരു കരുത്ത് ബാറ്റിംഗ് നിരക്ക് ലഭിക്കും. അത് 3ാം മത്സരത്തിൽ ജയിച്ച് പരമ്പര നേടാൻ വേണ്ടി ഇന്ത്യക്ക് സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് റണ്ണ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ടോപ്പ് ഓർഡറിൽ ജയ്സ്വാളിന്റെ ഒരു ഉൾപ്പെടുത്തൽ സ്വാഭാവികമായിട്ട് ശുഭ്മാൻ ഗില്ലിനെ പരിക്കേറ്റതിനാലാണ് ജയ്സ്വാളും ഋതുരാജൊക്കെ ടീമിൽ വന്നിട്ടുള്ളത്. ശ്രേയസ് അയ്യർക്ക് പരിക്കേറ്റതിനാലാണ്. അപ്പോൾ ഈ ജയ്സ്വാളിനെ സംബന്ധിച്ച് വളരെ അഗ്രസീവായിട്ടൊക്കെയുള്ള സ്റ്റാർട്ട് കിട്ടുന്നുണ്ട് മിക്കവാറും മത്സരങ്ങളിൽ. പക്ഷെ അതൊരു വലിയ ഇന്നിങ്സുകളാക്കി മാറ്റാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു നമുക്കറിയാം, ഇപ്പോൾ മറുവശത്ത് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ രോഹിത് കുറച്ചും കൂടിയും സ്റ്റഡി ആയി കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന, അത് അഗ്രസീവായിട്ട് ഇന്നിങ്സിന്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ബാറ്റ് ചെയ്യുന്ന അത്രയും നല്ല ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് ഇന്നിങ്സുകൾ രോഹിത്തിന്റെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ജയ്സ്വാളിനെ സംബന്ധിച്ച് ഏകദിന മത്സരങ്ങളിലെ പരിചയ സമ്പത്ത്, അതായത് അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിലെ പരിചയ സമ്പത്ത് വളരെ കുറവാണ്. ഒരു മത്സരമാണ് ഈ പരമ്പരക്ക് മുമ്പ് കളിച്ചിരുന്നത്. 2 മത്സരങ്ങൾ ഇപ്പൊ കളിച്ചതിൽ ഒരു പ്രതീക്ഷിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. മറുവശത്ത് ഋതുരാജ് ഗെയ്ക്വാദിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഗെയ്ക്വാദ് സൗത്ത് ആഫ്രിക്ക ടീമിനെതിരെ ഒരു സെഞ്ചുറി, ഒരു അർദ്ധ സെഞ്ചുറി നേടി ഒരു നിർണായകമായിട്ട് ഇന്ത്യ ടീമിന്റെ പ്രകടനത്തിൽ ഒരു നിർണായക സാന്നിധ്യമായ ഋതുരാജ് ഗെയ്ക്വാദ് ആ പ്രകടനങ്ങളെല്ലാം നടത്തിയത് ഓപ്പണിങ്ങിലാണ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ 2ാമത്തെ ഏകദിനത്തിലേക്ക് വരുമ്പോൾ വന്ന സമയത്തുള്ള ഒരു ഇന്നിങ്സ്, വിരാട് കോഹ്ലിയുടെ കൂടെ ഋതുരാജ് ഗെയ്ക്വാദ് കാഴ്ചവെച്ച ആ ഒരു ഇന്നിങ്സ്, അത് എടുത്ത് പറയേണ്ട ഒരു ഇന്നിങ്സ് തന്നെയാണ്. ആ ഇന്നിങ്സിന് അതിൻ്റെതായ ഭംഗി ഉണ്ടായിരുന്നു. അഗ്രസീവായിട്ട് കളിക്കുമ്പോൾ പോലും ഒരു റിസ്കി അല്ലാത്തൊരു ഗെയിം. ഇപ്പോൾ 77 പന്തിൽ സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് ഏകദിനത്തിൽ നമുക്കറിയാം അത് അതിവേഗമേറിയ സെഞ്ചുറി ആണ് എന്ന് വേണമെങ്കിൽ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എങ്കിൽ പോലും ഒരു അപകടകരമായ ഷോട്ട് കളിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇന്നിങ്സ് ഋതുരാജ് ഗെയ്ക്വാദ് കാഴ്ചവെച്ചെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ ഋതുരാജിന്റെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടത് ബ്രവിസിന്റെ അത്ര മികച്ചൊരു ക്യാച്ചിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഋതുരാജ് ഗെയ്ക്വാദിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാം. കാരണം ഇപ്പോ ഗില്ല് ടീമിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ജയ്സ്വാളിനെ കളിപ്പിക്കുന്നതും ഋതുരാജിനെ കളിപ്പിക്കുന്നതും ഒക്കെ ഒരുപോലെയാണ്. എല്ലാം പരീക്ഷണമാണ്. പക്ഷെ വേറെ ഒന്നുണ്ട്, രോഹിത് പോയി കഴിഞ്ഞാൽ ജയ്സ്വാൾ എന്ന് ഇന്ത്യൻ ടീം ഒരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഒരു കണക്കൂട്ടലുകളുണ്ട്. അതുകൊണ്ടായിരിക്കാം ജയ്സ്വാളിന് അവസരം കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ പോലും ഇത്രയും മികച്ച
ഫോമിലുള്ള ഋതുരാജിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രത്യേകമായ വളരെ ഇതായിട്ടുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ ഇപ്പൊ വിരാട് കോഹ്ലിയുടെ ഒരു അസാന്നിധ്യം കൂടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ ഗില്ല് നമുക്കറിയില്ല, ഗില്ല് ഒരു ആങ്കർ റോളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. അതെ, കോഹ്ലിയുടെ പൊസിഷനിലേക്ക് മാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഓപ്പണറെ ആവശ്യമാണ്. അപ്പൊ ഋതുരാജിനെ പോലുള്ള ഒരു ഓപ്പണറെ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് ഭാവിയിലൊക്കെ ഒരു ആവശ്യം വരും. പ്രത്യേകിച്ച് ഏകദിന ഫോർമാറ്റിൽ ഒക്കെ ഋതുരാജ് കാഴ്ചവെക്കുന്ന ഒരു പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ടീമിൽ വരുന്ന ഒരു ഈ മൂന്നാമത്തെ മത്സരത്തെ കുറിച്ചിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാരും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റർമാരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അത് എത്രത്തോളം അതിലിപ്പോ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ദക്ഷിണാഫ്രിക്കക്ക് അവകാശപ്പെടാനുണ്ട്. അത് നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ ടീമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആദ്യ മത്സരം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിലെ 2 താരങ്ങളെ 3 താരങ്ങളെ പെട്ടെന്ന് പുറത്താക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് ഇന്ത്യൻ ബോളർമാർക്ക് കഴിഞ്ഞു. ഹർഷിത് റാണക്ക് ആ 2 വിക്കറ്റ് എടുക്കാൻ പറ്റി, ഹർഷ്ദീപിന് 1 വിക്കറ്റ് എടുക്കാൻ പറ്റി. അതുകൊണ്ട് അവസാന സമയത്തേക്ക് അവർക്ക് വിക്കറ്റുകൾ ഇല്ലാതെ വരികയും കൃത്യമായിട്ടൊരു റണ്ണേ ബോൾ അങ്ങനത്തെ അല്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒരു റിക്വയർഡ് റൺ റേറ്റ് കുറച്ച് കൂടുതൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ആദ്യ ഏകദിനത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ടാമത്തെ ഏകദിനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ബോളിംഗ് നിരനെ വളരെ നല്ല രീതിയിൽ ബൗമയും അതുപോലെ തന്നെ മർക്രോ ഒക്കെ കൈകാര്യം വീണെങ്കിലും ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ടോപ്പ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകൃത ടോപ്പ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ബാറ്റർമാരെ നമുക്ക് പറയാം. ഈ 3 ബാറ്റർമാരുടെ ഒരു പ്രകടനം വളരെ നിർണായകമാണ്. അപ്പൊ തീർച്ചയായും അതിലിപ്പോ നമുക്ക് ദക്ഷിണാഫ്രിക്ക ആദ്യത്തെ 2 മത്സരത്തിൽ പരാജയപ്പെട്ടത് ഡീകോക്കാണ്. ഡീകോക്ക് വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് തിരിച്ചു വന്നതാണ്. പക്ഷെ ആ തിരിച്ചു വന്നതിന് ശേഷം ഡീകോക്കും ഇന്നും ഫോമിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ 2 മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് തിളങ്ങാൻ പറ്റാതെ പോയത്. ഒരു പൂർണ്ണമായി ഫോം ഔട്ടിലായ താരമല്ല. നമുക്കിപ്പം അടുത്ത മത്സരത്തിൽ ഡീകോക്കിനെ എന്തുകൊണ്ടും കരുതിയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം നമുക്കറിയാം വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ ആദ്യ 2 മത്സരങ്ങളിൽ ഡക്കായിട്ടാണ് വീണ്ടും തിരിച്ചു വന്നത്. അതുപോലെ തന്നെ അങ്ങനെ തന്നെ വിരാട് കോഹ്ലിയായിട്ട് താരതമ്യം ചെയ്ത് പറയാനില്ല. പക്ഷേ ഡീകോക്ക് എന്നൊരു താരത്തെ നമ്മൾ ഒരിക്കലും വിലവർച്ച് കാണാൻ വേണ്ടി പറ്റില്ല. എക്സ്പീരിയൻസ് ഉള്ള താരമാണ്, ഇന്ത്യൻ പിച്ചുകളുടെ പരിചയ സമ്പത്തുള്ള താരമാണ്. പക്ഷേ ഈ വരുന്ന മത്സരത്തിൽ അപ്പം ഡീകോക്കും കൂടി ഫോമിലെത്തിയാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെയേറെ പ്രയാസമായിരിക്കും. കാരണം ഡീകോക്കും മാർക്കും ബൗമിയും ചേർന്ന ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോഴേക്ക് ദക്ഷിണാഫ്രിക്കക്ക് മികച്ച തുടക്കം, ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും പിന്നെ ചേസിങ്ങിലാണെങ്കിലും മികച്ച തുടക്കം നൽകാൻ വേണ്ടി പറ്റും. ഡീകോക്ക് നമുക്കറിയാം പിന്നെ ഒരു ആക്രമണശൈലിയിലാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും തുടങ്ങാൻ വേണ്ടി പറ്റുന്ന താരമാണ്. നിലയുറപ്പിച്ചാൽ അപകടകാരിയാണ്. ഡീകോക്കിന് ഇപ്പം മാർക്കത്തിന് കഴിഞ്ഞ വർഷം സെഞ്ചുറി വരുന്നു, ബൗമയുടെ ഇന്നിങ്സ് വരുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 400 റൺസ് വരെ ചേസ് ചെയ്യാൻ പറ്റുന്ന ടീമായിട്ട് ദക്ഷിണാഫ്രിക്ക നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിലവിലെ ദക്ഷിണാഫ്രിക്ക അതിൽ പിന്നെ ലോവർ മിഡിൽ ഓർഡർ വരെ ബാറ്റിംഗിൽ അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്. പറഞ്ഞ താരങ്ങളെല്ലാം കഴിഞ്ഞ 2 മത്സരങ്ങൾ നമുക്ക് കണ്ടേ വാലറ്റമാണ് പൊരുതിയത്. ആദ്യ മത്സരത്തിൽ പരാജയത്തിന് അടുത്തെത്തുമ്പോഴും അവർ പൊരുതിയാണ് വീണത്. 2ാം മത്സരത്തിൽ വാലറ്റം തന്നെയാണ് ജയിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബാറ്റിംഗ് നിര, വലിയ ശക്തരായ ഒരു ബാറ്റിംഗ് നിര അവർക്കുണ്ട്. ഇന്ത്യയുടെ ബോളിങ്ങിനെ നമുക്കിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ആശങ്കയായിട്ട് അവർ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോഴേ പറഞ്ഞിരുന്നു ഒരു സീനിയർ താരം ഇല്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ബോളർ ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ കഴിഞ്ഞ മത്സരമായാലും അതിന് മുമ്പത്തെ മത്സരമായാലും ഒരു താരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ താരമുണ്ടല്ലോ, അല്ലെങ്കിൽ 2 ഓവർ ഈ താരത്തിന് ബാക്കിയുണ്ടല്ലോ, അതിൽ കളി പിടിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ഈ മത്സരങ്ങളിൽ നമുക്കത് തോന്നുന്നില്ല. എന്തും സംഭവിക്കട്ടെ എന്നുള്ള മെന്റാലിറ്റിയാണ് നമ്മൾ കളി കാണുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ബാറ്റിംഗ് നിരയോട് ഈ ബോളിംഗ് നിര ഇത് വെച്ച് നോക്കുമ്പോൾ ബാറ്റിംഗ് നിരക്കാണ് വരുന്നത്. അപ്പം പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മത്സരത്തിലേക്ക് ഇനിയിപ്പോൾ ബോളിങ്ങിലേക്ക് നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പം നിതീഷ് കുമാർ റെഡ്ഡിനെ ചിലപ്പോൾ മാറ്റും. ഇപ്പോൾ പ്രസിദ്ധ കൃഷ്ണക്ക് പകരം കൊണ്ടുവന്നാൽ ബാറ്റിങ്ങിൽ ചിലപ്പോൾ ചെറിയൊരു ആനുകൂല്യം ലഭിച്ചേക്കെന്ന് പറയാം. അല്ലെങ്കിൽ സുന്ദറിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ സുന്ദറിനെ മാറ്റുക എന്നതിലുപരി സുന്ദറിന്റെ സുന്ദറിന് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് റോള് എന്നുള്ളത് അവിടെയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പഴക്കുന്നത്. ഇപ്പൊ ബാറ്റിങ്ങിലേക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇന്ത്യയുടെ ബൗളിംഗ് നിരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിലെ എല്ലാ ബോളർമാരെയും ഈ സ്ക്വാഡിലുള്ള എല്ലാ ബോളർമാരെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് കളിക്കുന്നത്. അവരും മെച്ചപ്പെട്ട പ്രകടനം നടത്തുക എന്നതല്ലാതെ ദക്ഷിണാഫ്രിക്കനെ തോൽപ്പിക്കാൻ വേറെ വഴികളൊന്നുമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പൊ ഇവര് കളിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ പറയാം ഷമിയൊക്കെ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു നാളത്തേക്കുള്ള ടീം നോക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു സീനിയർ താരത്തെ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് ഷമിയൊക്കെ വളരെ ഓപ്പണായിട്ട് ഓപ്പണായിട്ട് പരാമർശങ്ങളൊക്കെ നടത്തിയതിന്റെ പ്രസ്താവനകളൊക്കെ നടത്തിയതിന്റെ കാര്യം അതും കൂടി ഒരു ഇതിനകത്ത് ബാധിക്കുന്നുണ്ടോ സെലക്ഷനിൽ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം അഗർക്കർ ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു തീരുമാനം അതിനകത്ത് ഉണ്ടോ എന്നുള്ളതും കൂടി ഒരു സംശയമാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ പോലും ഇന്ത്യനെ സംബന്ധിച്ച് നല്ലൊരു
ബാറ്റിംഗ് ഒരു നല്ല സ്കോറിൽ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ ദക്ഷിണാഫ്രിക്കൻ ടീമിനെതിരെ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്കോർ നേടേണ്ടി വരും. അതെ, രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു വലിയ സ്കോർ ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പൊ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പാകിസ്ഥാനെ പോലുള്ള ടീമുകൾ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്നത്. അപ്പൊ അവരെ തോൽപ്പിക്കുന്നത് ബോളിങ്ങിലെ കരുത്ത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബോളിങ്ങിലെ കരുത്താണ്. ഇന്ത്യനെ സംബന്ധിച്ച് ബാറ്റിങ്ങിലാണ് കരുത്ത്. അപ്പൊ ബാറ്റിങ്ങിനെ സംബന്ധിച്ച് ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഒരു ഇത് കളിക്കുകയും സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ വാലറ്റത്തിന്റെ ഒരു പിന്തുണ. അപ്പൊ KL രാഹുൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, ജഡേജ നന്നായി കളിക്കുന്നു. പക്ഷെ രണ്ടാമത്തെ മത്സരത്തിൽ കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാമായിരുന്നു. വാഷിംഗ്ടൺ സുന്ദറിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ബാറ്റിംഗിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗംഭീറിന്റെ തന്ത്രങ്ങളെല്ലാം പോകുന്നത് ബാറ്റിംഗിലെ ഈ ഒരു അമിത പ്രതീക്ഷ കൊണ്ട്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, ഗംഭീർ ഒരു ബാറ്റർ ആയതുകൊണ്ടാണോ ഇത് എന്നുള്ളത്. അല്ലാതെ കോച്ച് അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. ഒന്ന് പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ ബോളിംഗ് നിരയുടെ പിന്നെ ഒരു ദൗർബല്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് പ്രശ്നം, നമുക്ക് അത്ര ശക്തി ഇല്ല എന്നറിയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു പിന്നെ ശ്രദ്ധ കൊടുക്കേണ്ടത് ഫീൽഡിങ്ങിലാണ്. ഈ രണ്ടാം മത്സരത്തിൽ നമുക്ക് ഏറ്റവും പിഴച്ച മറ്റൊരു ഘടകം ഫീൽഡായിരുന്നു. ഇന്ത്യയുടെ ഫീൽഡർമാർക്കെല്ലാം പിന്നെ തൊട്ടതെല്ലാം പിഴച്ചൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം അതിലൂടെ ഒരു പരിഹരിക്കാൻ പറ്റിയാൽ, റണ്ണൊഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഫീൽഡർമാർക്ക് പറ്റിയാൽ, സിംഗിളുകളായാലും വിക്കറ്റുകളായാലും ക്യാച്ചുകളായാലും എടുക്കാൻ വേണ്ടി പറ്റിയാൽ ഒരു പരിധി വേണ്ടി ദക്ഷിണാഫ്രിക്കയെ പിന്നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ബോളർമാരെ സഹായിക്കാൻ വേണ്ടി ഫീൽഡിംഗ് കൂടി നമ്മൾ ശക്തി തെളിയിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏകദിന പരമ്പരയിലും കൂടി ഒരു തോൽവി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അത് നിരാശപ്പെടുത്തുന്നതാണ് ആരാധകരെ സംബന്ധിച്ച്. മാത്രമല്ല ഗംഭീറിന്റെ കാര്യത്തിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നം, ടീം സെലക്ഷന്റെ കാര്യത്തിലൊക്കെ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്ന തരത്തിലുള്ളതായിരിക്കും അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശാഖപട്ടണത്ത് മൈതാനം ഈ പറഞ്ഞതുപോലെ ബാറ്റർമാരുടെ ഒരു പർദീസ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള മൈതാനമാണ്. 295 അവിടുത്തെ ആവറേജ് ഫസ്റ്റ് സ്കോർ വരുന്നത്. 387 റൺ ഇന്ത്യ മുമ്പ് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ബാറ്റിങ്ങിന് അനുകൂലമാകുന്ന പിച്ചാണ്. മറുവശത്ത് ശക്തമായൊരു ബാറ്റിംഗ് നിര, ബോളിങ്ങിലൊട്ടും മോശമല്ലാത്തൊരു ടീം. ആ ഒരു രീതിയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ ഒരു കരുത്ത് കിടക്കുന്നത്. യാൻസനും അതുപോലെ തന്നെ കോർബിൻ ബോഷ്, ബ്രവിസ്, ബ്രീസ്കെ, ജോർസി, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ മധ്യനിരയിൽ നമ്മളിപ്പോൾ പേര് പറയാത്ത താരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവരെല്ലാവരും നല്ല രീതിയിൽ ബാറ്റിങ്ങിലോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. അതിൽ പലരും തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ബ്രവിസും ബ്രീസ്കൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ച ആ ഒരു കൂട്ടുകെട്ട്, ഈ വിജയം, ഇപ്പൊ മത്സരം ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മധ്യനിരയിൽ വന്നിട്ടുള്ള ആ ഒരു 92 റൺ പാർട്ട്ണർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ മത്സരത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ട്. പക്ഷെ വിജയം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വിജയിക്കാനാകും. ഇന്ത്യയുടെ ഒരു കോട്ടയാണ് വിശാഖപട്ടണം. വിരാട് കോഹ്ലിയുടെ ഒരു മികച്ച പ്രകടനം വന്നിട്ടുള്ള ഒരു മൈതാനമാണ്. അപ്പൊ ആ ഒരു മൈതാനത്തിൽ ഹാട്രിക് സെഞ്ചുറി അടിക്കാൻ പറ്റേ എന്ന് പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.